ദൂരദർശനിൽ സെൻസറിംഗ് എന്ന് പരാതി. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയുടെ പ്രക്ഷേപണത്തിൽ ബി.ജെ.പി. വിമർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതാണ് പരാതിക്കിടയാക്കിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടിക്കെത്തിയപ്പോഴാണ് വിമർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടത്. ഇതോടെ ബിനോയ് വിശ്വം പ്രക്ഷേപണം നടത്താതെ തിരിച്ചുപോയി. ഏറ്റവും നല്ല ഭാഷയിൽ, മിതമായ ഭാഷയിൽ, പ്രകോപനമില്ലാതെ പൂർണ്ണമായിട്ടും ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട ആ ടെസ്റ്റിനെയാണ് BJP രാഷ്ട്രീയത്തിൻ്റെ കൽപ്പന പ്രകാരം ദൂരദർശൻ അധികൃതന്മാർ ഇന്ന് വെട്ടിമാറ്റാൻ ശ്രമിച്ചത്. ആ നയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നിരിക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, അങ്ങനെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു മാധ്യമം, അവിടെ ഒരു പാർട്ടിക്കെതിരായ വിമർശനം പാടില്ല എന്നത് മാത്രം ആരാണ് നിർദ്ദേശിച്ചത്? ഏതൊക്കെ വാക്കുകളിലാണ് അല്ലെങ്കിൽ എന്ത് വിമർശനത്തിലാണ് ഈ ഒരു സെൻസറിങ് കടന്നു വന്നത്? ഗോകുൽ, തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ നയങ്ങളും നിലപാടുകളും വിശദീകരിച്ച് വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ ദൂരദർശനിൽ അവസരമൊരുക്കുക പതിവാണ്. അങ്ങനെ ഇന്ന് CPIയുടെ ഊഴമായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റു പാർട്ടികളാണ് ദൂരദർശനിലൂടെ തങ്ങളുടെ നയവും നിലപാടുകളും ഒക്കെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തങ്ങളുടെ നിലപാട് അവതരിപ്പിക്കാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം നേരത്തെ തയ്യാറാക്കിയ കുറിപ്പിൽ നിന്ന് 2 പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്ന് ദൂരദർശനിലെ അധികൃതർ ആവശ്യപ്പെട്ടത്. ദൂരദർശനിൽ നേരത്തെ തന്നെ ഈ പ്രക്ഷേപണം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ സ്ക്രിപ്റ്റ് ഈ ബിനോയ് വിശ്വം കൊടുത്തിരുന്നു. അതാണ് അതിൻ്റെ ചട്ടം. അങ്ങനെ കൊടുത്തിരുന്നപ്പോഴാണ് അതിൽ BJPയെ വിമർശിക്കുന്ന, BJP രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നീക്കങ്ങളടക്കം നടത്തുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അടക്കമുള്ള 2 പാരഗ്രാഫുകൾ നീക്കം ചെയ്യണമെന്ന് വെറ്റിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടതായി അധികൃതർ അറിയിച്ചത്. അത് CPIയുടെ നിലപാടാണ്, BJPയോടുള്ള CPIയുടെ നിലപാടാണ്. അതെങ്ങനെയാണ് ചട്ടലംഘനമായി വരുന്നതെന്ന് ബിനോയ് വിശ്വം ചോദിച്ചെങ്കിലും ബന്ധപ്പെട്ട ആളുകൾക്ക് അതിന് മറുപടി ഉണ്ടായില്ല. സാധാരണ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ രാജ്യത്ത് ഈ മറ്റ് രാജ്യങ്ങളെ വിമർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വരുമ്പോഴാണ് നീക്കം ചെയ്യുക പതിവ്. എന്നാൽ അതൊന്നുമില്ലാതെ വളരെ മിതമായ ഭാഷയിൽ എഴുതിയ ഒരു കുറിപ്പിൽ 2 പ്രധാനപ്പെട്ട പാരഗ്രാഫുകൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചത്. പാർട്ടിയുടെ നയം അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പ്രക്ഷേപണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.